തിരുവനന്തപുരത്ത് വളരെ വ്യത്യസ്തമായ ചില വികസനക്ഷേമ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനോടൊപ്പം പാരിസ്ഥിതിക ഇടപെടലുകൾ കൂടി കൂടുതലായി കാണാൻ കഴിയുന്ന ഒരു മണ്ഡലമുണ്ട്. ആ മണ്ഡലം ഇപ്പോൾ ചെറുപ്പക്കാർക്കടക്കം നന്നായി അറിയുന്ന സ്ഥലവും കൂടിയാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഫേമസ് ആയി. കാട്ടാക്കടയെ നന്നായി അറിയുന്ന ഒരാളാണ് നമ്മളോടൊപ്പം ഉള്ളത്. കാട്ടാക്കടയുടെ പ്രിയങ്കരനായ MLA ശ്രീ IB സതീഷ് നമ്മളോടൊപ്പമുണ്ട്. ലൂസ് ടോക്സിലേക്ക് IB സതീഷിനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം MLA. അങ്ങയെക്കുറിച്ച് ഒരു പഠനം നടത്തിയിട്ടല്ലേ എനിക്കിത് ചെയ്യാൻ കഴിയുള്ളൂ. ആദ്യം അറിയാൻ കഴിഞ്ഞ കാര്യം യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാൻ ആയിരുന്ന സമയത്ത് വലിയ സംഘാടകൻ, ഏറ്റവും മികച്ച സംഘാടകൻ എന്ന നിലയിൽ, അല്ലെങ്കിൽ നൂതനമായ ചില പരിപാടികൾ, സാംസ്കാരിക പരിപാടികൾ ആ സമയത്ത്, ഇതൊക്കെയാണ് അങ്ങയുടെ കൂടെ SFIയിൽ ഉണ്ടായിരുന്ന പല ആളുകളും പറഞ്ഞിട്ടുള്ള. ആരാധകർ തള്ളുന്നതാണോ എന്ന് നമുക്ക് അറിഞ്ഞൂടാ. അങ്ങനെയാണോ? ശരി. അല്ല, ഒരു പകുതി സത്യം അതിൻ്റെ തുളിഞ്ഞിരിപ്പുണ്ട്. എന്താണ് അങ്ങ് ആ സമയത്ത് ചെയ്തിരുന്ന സാംസ്കാരിക പ്രവർത്തനങ്ങളൊക്കെ? അല്ല, അതിൽ ഞാൻ ഓർക്കുന്ന ഒരു കാര്യം, യൂണിയൻ ഉദ്ഘാടനം പത്മനാഭൻ മാഷായിരുന്നു. ബാലേന്ദ്രമേനോൻ, നമ്മുടെ ശരീരനായ കാർത്തികൻ സാർ ഒക്കെ ഉള്ള വേദി. അന്ന് അധ്യക്ഷ പ്രസംഗത്തിൽ, ഇന്ന് നമ്മുടെ പ്രമോദ് നാരായണനാണ് അന്ന് ജനറൽ സെക്രട്ടറി, നമ്മുടെ റാന്നി MLA. അധ്യക്ഷ പ്രസംഗത്തിൽ ഈ കാർഷിക സംസ്കാരം വീണ്ടെടുക്കണം, സർവകലാശാല യൂണിയൻ പിന്നെ കൃഷിയിലേക്ക് കൂടി തിരിയണമെന്നൊക്കെ പറഞ്ഞ ഒരു സംസാരം ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഈ ട്രോളുകളൊന്നും വലുതായിട്ട് വന്ന കാലമല്ല. വലിയ ട്രോൾ അച്ഛൻ്റെ ഭാഗത്തു നിന്നായിരുന്നു. വീട്ടുവളപ്പിൽ ഒരു തൈ നടാത്തവനാണ്. അപ്പം പക്ഷേ അത് എന്തായാലും എനിക്ക് തോന്നുന്നു സർവകലാശാല യൂണിയൻ എന്ന നിലയ്ക്ക് ആ മേഖലയിലേക്ക് ഒരു ശ്രദ്ധ, ചില ഒരു അവയർനെസ്. ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ സമാപിക്കുന്നത് ഒരു കാർഷികോത്സവം നടത്തിക്കൊണ്ടാണ്, പ്രമോദിൻ്റെ നാട്ടിൽ തന്നെ, ചാരുമൂട്. കേരളം പിറവിക്ക് ശേഷം 99-ലാണ് നമ്മുടെ സർവകലാശാല യൂണിയൻ 2000-ലേക്ക് കിടക്കുന്ന ആ ഒരു സംക്രമണ കാലത്താണ്. അന്നാണ് കേരളം പിറവിക്ക് ശേഷം എന്നൊരു പരിപാടി. കേരളം പിറവിക്ക് ശേഷം കല, സാഹിത്യം, കായികം, പിന്നെ സിനിമ, എല്ലാ മേഖലകളെയും സ്പർശിച്ചുകൊണ്ടുള്ള ഒരു പരിപാടി വിവിധ കേന്ദ്രങ്ങളിലായി നടത്തി. പിന്നീടിപ്പോൾ പിണറായി സർക്കാരിൻ്റെ കാലത്ത് കേരളീയം സംഘടിപ്പിച്ചപ്പോൾ അതിൻ്റെയും ഒരു പ്രധാന ചുമതല എനിക്കുണ്ടായിരുന്നു. കേരളം പിറവിക്ക് ശേഷം ആ തീം തന്നെയായിരുന്നു കേരളീയം, കേരളം കൈവരിച്ച നേട്ടങ്ങൾ. അപ്പോൾ അന്ന് നമുക്ക് സംഘടിപ്പിക്കാൻ കഴിഞ്ഞത് കുറേ വിപുലമായി സംഘടിപ്പിക്കാൻ കഴിയും, അനുഭവങ്ങൾ വെച്ച്. അതെ അതെ അതെ. പിന്നെ മറ്റൊന്ന്, എൻ്റെ കലാലയത്തിൽ എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം നടത്തി. അതായത് സാഹിത്യകാരന്മാർ, സമൂഹത്തിൽ ശ്രദ്ധേയ വ്യക്തിത്വങ്ങളായ ആളുകൾ, അവർ പഠിച്ച കലാലയത്തിൽ വരുന്നു, പുതിയ തലമുറയുമായി സംസാരിക്കുന്നു. ONV സാറാണ് ഈ പരിപാടിയുടെ ഉദ്ഘാടനം യൂണിവേഴ്സിറ്റി കോളേജിൽ വന്നിട്ട്. അന്ന് ONV സാറിൻ്റെ ഒരു പ്രസംഗം ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. ഗാന്ധിജി വധം നടന്ന ദിവസം യൂണിവേഴ്സിറ്റി കോളേജിലെ വിദ്യാർത്ഥികൾ അവർ ഒരുമിച്ച് അവിടെ നിന്ന് ഇറങ്ങി തൈക്കാട് വഴി, അന്ന് ആകാശവാണി മാത്രമേ ഉള്ളല്ലോ വാർത്ത, പിന്നെ തൈക്കാട് പോലീസ് ഗ്രൗണ്ട് വഴി നടക്കുമ്പോൾ ചില വീടുകളിൽ ലഡ്ഡു വിതരണം നടത്തുന്നു. പിന്നീടാണ് അറിഞ്ഞത് ഗാന്ധി വധിക്കപ്പെട്ടു എന്നുള്ളത്. അപ്പോൾ ഗാന്ധി വധിക്കപ്പെട്ടതിൻ്റെ അന്ന് മധുരപലഹാരം നടത്തിയ അനുഭവം അദ്ദേഹം പങ്കുവയ്ക്കുകയാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, അതിനും ഒരു 2 ആഴ്ച മുമ്പ് അദ്ദേഹം ഇതേ വഴിയിലൂടെ നടക്കുമ്പോഴാണ് പോലീസ് ഗ്രൗണ്ടിൽ ഒരു യോഗം നടക്കുന്നു. ഗാന്ധിയെ കൊല്ലണമെന്നൊരാൾ, ഒരു രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ നേതാവ് പ്രസംഗിക്കുന്നു. അത് കേട്ട് എല്ലാവരും കൈയടിക്കുന്നു. ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാൾ, ഞാനിപ്പോൾ പേര് ഓർക്കുന്നില്ല, പെട്ടെന്ന് പ്രകോപിതനായി ഒരു സംഘർഷത്തിന് തയ്യാറായി അവരുടെ ഇടയിലേക്ക് ചെല്ലുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അതിന് ശേഷം കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഇത് അദ്ദേഹം പങ്കുവച്ചതാണ്. ഇതുപോലെ പലരും അവർ പഠിച്ച ക്യാമ്പസുകളിൽ വന്ന് പുതിയ തലമുറയുമായി, അന്നത്തെ കാലവും ഇന്നത്തെ കാലവും, അതൊരു
പ്രസംഗം ആകാശവാണിയും വാർത്താ മോഡലിൽ ഒരു പ്രസംഗം മാത്രമല്ല, കുട്ടികൾ ഇങ്ങോട്ട് പറയുന്നു, ഇവർ അങ്ങോട്ട് പറയുന്നു. ഒരു വളരെ ടച്ചിങ് ആയ ഒരു വർത്തമാനമായി അത് മാറി. ഇതൊക്കെയാണ് യൂണിവേഴ്സിറ്റി യൂണിയൻ കാലത്തെ ഓർമ്മകളിൽ അനുഭവം. അത് കുറെ പിന്നീട് ഒരു മാതൃക സെറ്റ് ചെയ്തു എന്ന് പറയാം, പിന്നീട് ഉള്ളവർക്ക് അത് നോക്കിക്കാണാൻ. അല്ല, പുസ്തകോത്സവം നടന്നു. അത് നമ്മുടെ കാലത്തിന് മുമ്പ് തന്നെ തുടങ്ങിയതാണ്. പക്ഷേ അതിനെ ഒരു സാംസ്കാരിക ഉത്സവമാക്കി, സംവാദങ്ങൾ, എല്ലാ ദിവസവും കലാപരിപാടികൾ. ആ അനുഭവം പിന്നീട് കാട്ടാൽ മേള സംഘടിപ്പിക്കുന്നതിൻ്റെ പ്രചോദനം മാറി. അതിലേക്ക് എനിക്ക് വരാനുണ്ട് ഒരു വ്യക്തിപരമായ അനുഭവം കൂടി. പുസ്തകോത്സവത്തിൻ്റെ കാര്യം സൂചിപ്പിച്ചപ്പോഴാണ്, അങ്ങ് നല്ലൊരു വായനക്കാരനാണ് എന്ന് എനിക്കറിയാം. ഈ അടുത്താണ് അങ്ങൊരു പുസ്തകം രചിച്ചത്. ആ പുസ്തകത്തിൻ്റെ തീം എന്ന് പറയുന്നത് ചെറുപ്പക്കാരെ സംബന്ധിച്ച്, ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളെ സംബന്ധിച്ച് അദ്ദേഹത്തെ കുറിച്ച് അറിയാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്, അല്ലെങ്കിൽ അറിയില്ല എന്നത് തന്നെ. അങ്ങനെ ഒരു ആശയം നിലവിൽ സ്വീകരിച്ചുകൊണ്ട്, അത് മാനവികതയുടെ ഒരു പുസ്തകം കൂടിയാണല്ലോ. അപ്പോൾ ആ ആശയം സ്വീകരിച്ചുകൊണ്ട് അത് സമൂഹം അറിയണം എന്ന തീരുമാനത്തിലെത്താൻ അതിന്റെ സാഹചര്യം, മോശവത്സലം ശാസ്ത്രിയാറിനെ തന്നെ തിരഞ്ഞെടുക്കാം എന്ന സാഹചര്യത്തിലേക്ക് എത്തിയത് എങ്ങനെയാണ്? കുറേയേറെ നിമിത്തങ്ങളുടെ ഒരു ചങ്ങലയുണ്ട് കാര്യത്തിൽ. ഞങ്ങളുടെ കോളേജിൽ ഒരു വിദ്യാർത്ഥി ഉണ്ടായിരുന്നു, വളരെ സരസനായ, ഏത് സംഘർഷം നിറഞ്ഞ സാഹചര്യത്തിലും അയാളുടെ അടുത്തെത്തിയാൽ നമ്മൾ ചിരിക്കും. പേര് മോശവത്സലം. ആ പേര് ഞാൻ മുമ്പ് കേട്ടിട്ടില്ല. അങ്ങനെ ഒരു പേരുള്ള ഒരാളിനെ പിന്നീട് പരിചയപ്പെടാനും പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് ഈ പേര്? അപ്പോൾ അയാൾക്കും വലിയ വ്യക്തത. 2 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിൽ ചെന്ന് അപ്പനോട് ചോദിച്ചിട്ട് പറഞ്ഞു, വലിയ ഒരു സംഗീതജ്ഞനുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെയോ ഒരു അന്വേഷണം നടത്തണമെന്ന് മനസ്സ് പറഞ്ഞു. ചില അന്വേഷണങ്ങളൊക്കെ നടത്തി. അപ്പോൾ മോശവത്സലം ശാസ്ത്രിയാർ ഒരു സംഗീതജ്ഞൻ, ഗായകൻ മാത്രമല്ല, കർണാട്ടിക് മ്യൂസിക്കിലും ശാസ്ത്രീയ സംഗീതത്തിലും വളരെ നിപുണനായ ഒരാൾ, ഒരു സോഷ്യൽ റിഫോമർ, ഒരുപാട് കാര്യങ്ങളാണ് ഇങ്ങനെ കിട്ടിയത്. അപ്പോൾ അപ്പോഴേ ഒരു ഗവേഷണ തുല്യമായ ഒരു അന്വേഷണം നടത്തി. പിന്നീട് അങ്ങനെ SFI, സർവകലാശാല യൂണിയൻ SFIയുടെ സംസ്ഥാന നേതൃത്വം, പിന്നെ DYFI, പാർട്ടി, വിവാഹം, അഭിഭാഷക വൃത്തി, ഇങ്ങനെ ജീവിതം ഇങ്ങനെ ഉരുണ്ടുരുണ്ട് പോയപ്പോൾ ഇത് പതുക്കെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോയി. അങ്ങനെ ഇരിക്കുമ്പോൾ 2016 അത്ഭുതകരമായി ഒരു തിരഞ്ഞെടുപ്പിൽ നേരിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്നു. ആദ്യ വർഷങ്ങളിലൊന്നിൽ തിരുപുറം CSI സഭയിൽ വാർഷികത്തിന് എന്നെ ക്ഷണിക്കുന്നു. PRD അഭിലാഷാണ് എന്നെ ക്ഷണിക്കാൻ വരുന്നത്. അപ്പം പറഞ്ഞു, ഇത് മോശവത്സലം ശാസ്ത്രിയാരുടെ പള്ളിയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ എന്തിനാ അങ്ങനെ അത്രയും ദൂരം അവിടെ വന്ന് പ്രസംഗിക്കാൻ? എനിക്ക് മോശവത്സലം ശാസ്ത്രിയാരെ കുറിച്ച് അറിയില്ല. അപ്പോൾ അത്യാവശ്യം കുറച്ച് വിവരങ്ങൾ തന്നു. അപ്പോൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് മനസ്സിൽ മാഞ്ഞു തുടങ്ങിയ സാധനം വീണ്ടും ആക്റ്റീവായി. പിന്നെ അവിടെ ചെന്ന് നന്നായി പ്രസംഗിച്ചു. അപ്പോൾ എൻ്റെ വർത്തമാനം കഴിഞ്ഞപ്പോൾ ഈ മോശവത്സലം ശാസ്ത്രിയാരെ കുറിച്ച് ഗവേഷണം നടത്തുന്ന ഒരു വൈദ്യൻ പറഞ്ഞു, ഞാൻ ഗവേഷണം നടത്തിയാണ്, പക്ഷേ എന്നേക്കാൾ കൂടുതൽ അറിവ് MLAക്ക് ഉണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. അതുമാത്രമല്ല, വളരെ ഫിലോസഫിക്കലാണ് അദ്ദേഹത്തിൻ്റെ പല ഗാനങ്ങളും. CSI സഭയിൽ ഉപയോഗിക്കപ്പെടുന്ന ക്രിസ്തീയ ഭക്തിഗാനങ്ങളിൽ ഒരു 80% അദ്ദേഹം എഴുതിയതാണ്. ആ പുസ്തകത്തിൽ MW എന്ന് കാണും, മോശവത്സലം എന്ന്. വളരെ ഫിലോസഫിക്കലാണ്. കേട്ട ഒരു കഥയാണ്, ഞാൻ ആ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അദ്ദേഹം കാട്രാക്കടയിൽ സുവിശേഷനായിരിക്കുന്ന കാലത്താണ് അദ്ദേഹത്തിൻ്റെ മകൻ പാമ്പ് കടിയേറ്റ് മരിക്കുന്നത്. അപ്പോൾ ഹൃദയം തകരുന്ന വേദനയുടെ സമയത്തും അദ്ദേഹം എഴുതി, നിൻ ഹൃദയം പോലെ തന്നെ എന്നും നടത്തിക്കേടെ എന്നാണ്. അപ്പോൾ ജീവിതത്തിൽ ഇങ്ങനെ ഫിലോസഫിക്കലായി പലതിനെയും കാണാൻ പ്രേരിപ്പിക്കുന്ന. അപ്പോൾ ഇങ്ങനെ അന്വേഷണത്തിന് ഈ ആഗ്രഹം കൊണ്ട് നടക്കുന്നതിനിടയിൽ പലരെയും അവിചാരിതമായി കണ്ടുമുട്ടി. അദ്ദേഹവുമായി ഈ അടുപ്പമുള്ള, അദ്ദേഹത്തെക്കുറിച്ച് അറിവുള്ള, ഞങ്ങളുടെ നാട്ടിലൊരു സാധു ഡെന്നിസൺ പ്രാസംഗികരുണ്ട്, ചീനിവിള. അദ്ദേഹവുമായി നിരന്തരം, അദ്ദേഹം ആരുമായി അങ്ങനെ ഒരു ആത്മീയ ഗുരുവാണ് അദ്ദേഹം, ആരുമായി അങ്ങനെ ഒരു അടുപ്പം ഉണ്ടാക്കുന്ന ആളല്ല. പക്ഷേ എനിക്ക് അദ്ദേഹവുമായി കൂടുതൽ സംസാരിക്കാൻ സമയം കിട്ടി. വിഷയം ഇത് തന്നെയായിരുന്നു. പിന്നീട് ഞാൻ പരിചയപ്പെട്ട പലരും പല തരത്തിൽ
അദ്ദേഹത്തിൻ്റെ സംഭാവനകളെ അറിയാൻ ശ്രമിക്കുകയും അദ്ദേഹവുമായി എന്തെങ്കിലും തരത്തിൽ ബന്ധം. സന്ദർഭവശാൽ അച്യുത് ശങ്കർ സാറിനെ പരിചയപ്പെടാനിടയായി. അച്യുത് ശങ്കർ സാർ മോശോത്സവം ശാസ്ത്രിയാരുടെ ഗാനങ്ങൾ വെച്ചിട്ട് സംഗീത കച്ചേരി നടത്തിയാണ്. അദ്ദേഹം പിന്നെ ശാസ്ത്രിയാരെ കുറിച്ച് എഴുതിയിട്ടുള്ളൊരു ലേഖനം ഈ പുസ്തകത്തിൽ ഞാൻ അനുബന്ധമായി ഉണ്ടായിരുന്നു. മനോഹരമായി പാടുകയും ചെയ്തു. അപ്പോൾ ഇതാണ് ആ പുസ്തകത്തെ സാഹചര്യം. അങ്ങനെ ഒരു വ്യക്തിയുടെ മണ്ഡലത്തിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായി ഇത്തരത്തിൽ നൂതനമായ പല കാര്യങ്ങളും മണ്ഡലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. അതായത് മറ്റ് ഇപ്പോൾ ഒരുപാട് ഇടതുപക്ഷ MLA-മാരുമായി നമ്മൾ സംവദിക്കുന്നുണ്ട്. വികസനക്ഷേമ പ്രവർത്തനങ്ങളിൽ സർക്കാരിനൊപ്പം ഇങ്ങനെ MLA-മാർ സഞ്ചരിക്കുകയാണ്. കാട്ടാക്കടയിൽ കണ്ട ഒരു വ്യത്യസ്തത കുറച്ച് പാരിസ്ഥിതിക ഇടപെടലുകൾ കൂടി വികസനത്തിനോടൊപ്പം ഇപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ കൃഷിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സസ്റ്റൈനബിലിറ്റി ഓറിയൻറ്റഡ് ആയി ഇപ്പോൾ സോളാർ, എനിക്ക് തോന്നുന്നു മറ്റൊരു മണ്ഡലത്തിലും അങ്ങനെ ഉണ്ടാവില്ല. എല്ലാ സ്ഥാപനങ്ങളിലും സോളാർ സ്ഥാപിക്കുക, നിലയിലേക്ക് എത്തുന്നത്. അമ്മൂനറിയാമല്ലോ, ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പ്രവർത്തകനായതുകൊണ്ട് MLA ആളാണ്. ലോകത്ത് ഏറ്റവും സമഗ്രമായ പാരിസ്ഥിതിക കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിച്ച ഫ്രെഡറിക് എംഗൽസാണ്. നമ്മളൊക്കെ കൊച്ചുനാളിൽ വായിച്ചതും സ്റ്റഡി ക്ലാസ്സുകളിൽ കേട്ടതുമായ ചില ധാരണകളുണ്ട്. CPM പുതിയതായി കൊണ്ടുവരുന്ന എന്തോ ആശയമായി പലരും തെറ്റിദ്ധരിക്കാറുണ്ട്. അല്ലല്ല, ഇത് മാർക്സിസ്റ്റ് പ്രത്യയശാസ്ത്രവുമായി ഇഴചേർന്നിരിക്കുന്ന ഒന്നാണ് പാരിസ്ഥിതിക കാലാവസ്ഥയെ സംബന്ധിച്ച് നേരത്തെ പറയുന്നത്. അതെ, നമ്മൾ യോഗങ്ങളിൽ പ്രസംഗിക്കുന്നു, സ്റ്റഡി ക്ലാസ്സുകളിൽ പഠിപ്പിക്കുകയും ചെയ്യുന്നു, ഒരുപാട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നു. എൻ്റെ യഥാർത്ഥ ഉദ്ദേശം എന്താണ്? ഈ പ്രത്യയശാസ്ത്രത്തെ പരിചയപ്പെടുത്തുക. അപ്പോൾ സർക്കാരിൻ്റെ വിവിധ നയങ്ങൾ തന്നെ ഇപ്പോൾ സ്ത്രീ സുരക്ഷാ പദ്ധതി നടപ്പാക്കി. അത് കേവലം സാമ്പത്തികാനുകൂല്യം എന്നതിന് അപ്പുറം ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ പ്രയോഗമാണത്. ലൈഫ് ഭവന നിർമ്മാണ പദ്ധതി നമ്മൾ ഏത് ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ ഏത് സമീപനം എടുത്താലും അതിൻ്റെ പിന്നിൽ ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ പ്രയോഗമുണ്ട്. ഇത് പാരിസ്ഥിതിക മേഖലയിൽ നമ്മൾ ഊന്നൽ നൽകണം എന്ന ഒരു തോന്നലിൽ നിന്നുകൊണ്ടാണ്, അതേസമയം ജനങ്ങളുടെ ജീവിതത്തിൽ അത് ബന്ധമുള്ളതാണ്, ഞങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ് എന്ന് ജനങ്ങൾക്കൊരു തോന്നൽ കൂടി ഉണ്ടാവണം. ഈ ഒരു കാഴ്ചപ്പാടിലാണ് വറ്റാത്ത ഉറവയ്ക്കായി ജലസമൃദ്ധി. അപ്പോൾ ഭൂഗർഭ ജലനിരപ്പ് അപകടകരമാം താഴ്ന്ന ഒരു പ്രദേശമായിരുന്നുണ്ട്, സെമി ക്രിട്ടിക്കൽ മേഖല. അവിടെ നമ്മൾ പെയ്യുന്ന മഴവെള്ളത്തെ മണ്ണിൽ കരുതി വെച്ചു. ഒരു ചെറിയ മന്ത്രം സ്കൂൾ കുട്ടികൾ പോലും പറയും, ഓടുന്ന വെള്ളത്തെ നടത്തിക്കുക, നടക്കുന്ന വെള്ളത്തെ ഇരുത്തുക, ഇരിക്കുന്ന വെള്ളത്തെ കിടത്തുക, ഭൂമിയിടയിൽ ഉറക്കി സൂക്ഷിക്കുക. അപ്പോൾ അതിനുവേണ്ടി പെയ്യുന്ന മഴവെള്ളത്തെ മുഴുവൻ മണ്ണിനടിയിൽ കരുതി വയ്ക്കുക. ഇപ്പോൾ സ്കൂൾ കെട്ടിടങ്ങളുടെ മുകളിൽ, സർക്കാർ ഓഫീസുകളുടെ മുകളിൽ, അംഗൻവാടികളുടെ മുകളിൽ ഒക്കെ പെയ്യുന്ന മഴവെള്ളത്തെ കിണർ റീചാർജിങ് സംവിധാനം ഉപയോഗിച്ച് മണ്ണിൽ. അതിൻ്റെ ഒരു ഫലമായി ഗ്രൗണ്ട് വാട്ടർ ലെവൽ അത്ഭുതകരമായി ഉയർന്നു. ഇപ്പോൾ രാഷ്ട്രീയ എതിരാളികൾ വാട്ടർ ടാപ്പിൽ വെള്ളമില്ലെങ്കിൽ ഉടനെ പരിഹസിക്കും, ട്രോളും. ജലസമൃദ്ധി എന്ന് പറഞ്ഞിട്ട് പിന്നെ ടാപ്പിൽ വെള്ളം വരുന്നില്ലല്ലോ. വാട്ടർ അതോറിറ്റിയുടെ ടാപ്പിൽ വെള്ളം വരുന്നതല്ല ജലസമൃദ്ധി. അപ്പോൾ അത് പിന്നെ സ്കൂൾ കുട്ടികളെയാണ്. മുരുകൻ കാട്ടാക്കട സാറിൻ്റെ ജലമാണ് ജീവൻ, ജീവൻ്റെ ജീവൻ എന്നൊരു പാട്ടുണ്ടായിരുന്നു. അത് റിംഗ് ടോണായി മാറി, മൊബൈലുകളുടെ റിംഗ് ടോൺ. അത് ക്യാമ്പസ് സ്കൂളുകളിലും എല്ലാ യോഗങ്ങളിലും അത് പ്രതിധ്വനിച്ചു. അതൊരു ഒരു വികാരമായി മാറ്റാൻ നമുക്ക് പറ്റി. അങ്ങനെ ജനകീയ പ്രവർത്തനമാക്കി മാറ്റാൻ കഴിഞ്ഞു. അതെ, അത് ഐക്യരാഷ്ട്രസഭയുടെ ലോക പുനർനിർമ്മാണ സെഷൻ ജനീവയിൽ നടക്കുമ്പോൾ ഡോക്ടർ പോൾ വാൻ മീൽ ഒരു പ്രബന്ധം അവതരിപ്പിച്ചു. അതിൽ അദ്ദേഹം പറഞ്ഞു, ലോകത്തെ ഏറ്റവും മികച്ച ജലസംരക്ഷണ മാതൃക ഞങ്ങൾ ഇന്ത്യയിൽ കണ്ടു. ഇന്ത്യയിൽ അത് കേരളത്തിലാണ്. കേരളത്തിൽ തലസ്ഥാന നഗരത്തോട് ചേർന്ന് കിടക്കുന്ന കാട്ടാക്കടയിൽ. അത് ശരി, ഇത് എത്ര പേർക്ക് അറിയാന്നുള്ളത്. ഇന്റർനാഷണൽ വാട്ടർ കോൺക്ലേവിലും പങ്കെടുത്തിരുന്നു. അതെ അതെ അതെ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഈ നേട്ടത്തിൻ്റെ പിന്നിൽ 3 ഘടകങ്ങളുണ്ട്. ഒന്ന്, സ്കൂൾ കുട്ടികൾ മുതൽ വയോജനങ്ങൾ വരെ പങ്കെടുത്ത ഒരു ക്യാമ്പയിനാണ്. 2, മോഡൽ ഓഫ് കൺവർജൻസ്, 22 സർക്കാർ വകുപ്പുകളെ ഒരു ആശയത്തിൻ്റെ കീഴിലാണ് ഇരുത്താൻ പറ്റും. 3, സീറോ ബഡ്ജറ്റ്,
നമുക്ക് ഒരു പൈസ നമുക്കില്ല, പിന്നെ നമ്മുടെ കയ്യിലില്ല. അതേസമയം വിവിധ സർക്കാർ വകുപ്പുകളെ കൊണ്ട് അവരുടെ പ്രോജക്റ്റാക്കി ഇതിനെ മാറ്റും. നമ്മുടെ ആശയത്തെ ഈ 22 ഡിപ്പാർട്ട്മെൻറ്റുകളെ കൊണ്ട് ചെയ്യിക്കാനായി. രസകരമായ ഒരു കാര്യം, SEM നെതർലാൻഡിൽ പോകുന്നു. അവിടെ ഒരു ചർച്ച നടക്കുന്നതിനിടയിൽ പറയുന്നു, കാട്ടാക്കട മാതൃകയെക്കുറിച്ച് പറയുന്നു. അപ്പോൾ അന്ന് നെതർലാൻഡ് അംബാസഡർ ഡോക്ടർ വേണു രാജാമണിയാണ്. സാറിൻ്റെ ഒരു പുസ്തകത്തിൽ ഒരു ചാപ്റ്റർ കാട്ടാക്കട മോഡലിനെ കുറിച്ചാണ്. അപ്പോൾ സാറാണ് പറയുന്നത് ഇത് കാട്ടാക്കടയെക്കുറിച്ചാണ്. നിശാഗന്ധിയിലെ ഒരു വലിയ യോഗത്തിൽ വെച്ച് CM ഇത് അവതരിപ്പിക്കുകയാണ്. ആദ്യത്തെ PR വർക്ക് CMൻ്റെ പദമായിരുന്നു. CM പറയുകയാണ്, നമ്മളൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ ഞാനും ഇക്ബാൽ സാറും ഒക്കെ അടുത്തടുത്തിരിക്കുകയാണ്. അപ്പോൾ CM പറയുകയാണ്, ഞാൻ നെതർലാൻഡിൽ പോയപ്പോൾ അവിടുത്തെ രാജ്ഞിയും ഒക്കെ ആയി സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരാൾ പറയുന്നു, കറ്റ 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 കറ്റ. അപ്പോഴാണ് വേണു രാജാമണി എന്നോട് പറയുന്നത് നമ്മുടെ കാട്ടാക്കടയെ കുറിച്ചാണ്. CM സാധാരണ അങ്ങനെ പറയുന്ന ആളല്ലോ. അത് ഒരു വലിയ സംഭവമായിരുന്നു. അപ്പം നമുക്ക് എന്നെക്കുറിച്ച് പൊതുവിൽ നമ്മൾ കൂട്ടത്തിൽ നിൽക്കുന്നവരുടെ ഒരു പരാതി, ഒരു ഇൻട്രോവേർട്ടാണ്, PR വർക്കിൻ്റെ കാര്യത്തിലൊക്കെ. അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു PR വർക്ക് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടായപ്പോൾ പിന്നീട് അത് എല്ലാവരും ശ്രദ്ധിച്ചു. പിന്നെയാണ് ഇൻ്റർനാഷണൽ വാട്ടർ കോൺക്ലേവിൽ പോകുന്നത്. ഞാൻ പ്രസൻറ്റ് ചെയ്തിട്ട് ഇറങ്ങുമ്പോൾ അന്ന് നാഷണൽ വാട്ടർ റിസോഴ്സ് സെക്രട്ടറി മാഡം ദേവശ്രീ ചാറ്റർജി അവർ വന്നിട്ട് പറയാണ്, യു ആർ ദ മോഡൽ എന്ന് പറയുന്നു, ഹഗ് ചെയ്തതാണ്. അപ്പോൾ അതൊരു വലിയ ഒരു സന്തോഷം. അതൊക്കെ വേണ്ട വിധം പ്രചരിപ്പിക്കണമായിരുന്നു എന്നാണ് നമ്മുടെ അഭിപ്രായം. അല്ല, അതിൻ്റെ അകത്ത് എനിക്കൊരു ചെറിയ നമ്മൾ വേണ്ട തരത്തിൽ ഇതൊരു പൊളിറ്റിക്കൽ വർക്കാണ്. ഈ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് നമുക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. ഏംഗൽസ് പറഞ്ഞ ചൂഷണം അത് പ്രകൃതിയിൽ നടക്കുന്നു, അത് മനുഷ്യന് നടത്തുന്ന ചൂഷണമാണ്. മനുഷ്യന് തന്നെ അതിനെ പരിഹരിക്കാനുള്ള ഒരു മെക്കാനിസം ഉണ്ടാക്കാൻ പറ്റും എന്ന് നമുക്ക് തെളിയിക്കാനായി. അത് ഒരു പ്രത്യയശാസ്ത്രം പ്രയോഗത്തിൽ വരുത്തി വിജയിച്ചു എന്ന നിലയിൽ പരിചയപ്പെടുത്താൻ എത്രത്തോളം എനിക്ക് തന്നെ കഴിഞ്ഞിട്ടുണ്ട് എന്നൊരു ആത്മവിമർശനം എനിക്കുണ്ട്. അല്ല, അങ്ങനെയൊക്കെ അത് ഇപ്പം കേട്ടപ്പോൾ എനിക്ക് തോന്നുന്നതാണ് അതൊരു പ്രബന്ധമാക്കാൻ തരത്തിലുണ്ട് ആ വിഷയം. അതിൽ ഞാൻ വിചാരിക്കുന്നത്, എനിക്ക് പേര് ഞാൻ പറഞ്ഞു, വെള്ളോടെയുള്ള ഒരു കുട്ടി മഹാരാഷ്ട്ര സർവകലാശാലയിൽ നടത്തിയ ഒരു ഗവേഷണത്തിൽ വിഷയം ഇതായിരുന്നു. ഡോക്ടറേറ്റ് സബ്ജക്റ്റ് അല്ല, എനിക്ക് തോന്നുന്നു അങ്ങേക്ക് അത് കുറച്ചുകൂടി പ്രത്യയശാസ്ത്രപരമായി കൂടി വിശദീകരിക്കാൻ കഴിയും. അങ്ങ് ചുരുക്കി പറഞ്ഞതാണെങ്കിലും അത് വളരെ പ്രധാനപ്പെട്ടാണ്. ഞാനൊരു അഭിപ്രായം പറഞ്ഞു എന്ന് മാത്രം. ഈ അന്താരാഷ്ട്ര വാട്ടർ കോൺക്ലേവിൽ തന്നെയും മറ്റ് പ്രധാനപ്പെട്ട സ്ഥലങ്ങളുമായി ചേർത്താണ് കാട്ടാക്കട. നേപ്പാൾ, കംബോഡിയ, തായ്ലൻഡ്, പിന്നെ നമ്മുടെ രാജ്യത്ത് തന്നെ ഏതോ ഒരു സ്റ്റേറ്റിലത്, പിന്നെ കാട്ടാക്കട മോഡൽ, 5 പിന്നെ മോഡൽസാണ് ഷോക്കേസ് ചെയ്തത്. ശരി. അപ്പോൾ മണ്ഡലത്തിനെ കുറിച്ചും അങ്ങയുടെ ഈ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയുമ്പോഴും എനിക്ക് വ്യക്തിപരമായ ഒരു അനുഭവം ഉള്ളത്, ഞാൻ കുറച്ച് നാൾ ജനപ്രതിനിധിയായിരുന്നു വാർഡ് തലത്തിൽ. അപ്പോൾ വാർഡ് സഭകൾ ഞങ്ങൾ സംഘടിപ്പിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ വഞ്ചിയൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നായതുകൊണ്ട് ഞങ്ങൾ ഊരുകൂട്ടം എന്ന് പറഞ്ഞാണ് വാർഡ് സഭ പ്രത്യേകമായി സംഘടിപ്പിച്ചിരുന്നത്, ഒരു വ്യത്യസ്തതയ്ക്ക് വേണ്ടി. അത് അധികം ആർക്കും അറിയാത്ത കാര്യം, എനിക്കതിനുണ്ടായ പ്രചോദനം കാട്ടാൽമേളയാണ്. എനിക്ക് അറിയില്ലായിരുന്നു അങ്ങനെ മണ്ഡലങ്ങളിൽ അങ്ങനെ ഒരു പ്രവർത്തനം നടത്താം എന്ന്. അപ്പോൾ ഇത് ആ സമയത്ത് എനിക്ക് തോന്നുന്നു ഞാൻ ജനപ്രതിനിധിയായിരുന്ന സമയത്ത് എത്ര പേർക്ക് ആ കാര്യം അറിയാമെന്നറിയില്ല. ഇപ്പം കൂടുതൽ പേർക്കറിയാം. കാട്ടാൽമേള സാംസ്കാരികപരമായി വളരെ റിച്ചായ ഒരു പരിപാടി. അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഉൾക്കൊണ്ടാണ് ഞങ്ങളൊക്കെ നടത്തിയത്. എങ്ങനെയാണ് അതിലേക്ക് വരുന്നത്? അതായത് ഒരു നാടിൻ്റെ സ്ഥലനാമ ചരിത്രം, ആ സ്ഥലനാമ ചരിത്രം കേന്ദ്രബിന്ദുവാക്കി നമ്മളൊന്ന് കുറച്ച് പുറകിലേക്ക് പോകുന്നു. സാംസ്കാരികമായ ഒരു സമ്പത്ത് തനിമയെ വീണ്ടെടുക്കുന്നു. അതോടൊപ്പം പുതിയ തലമുറ പഴയ ഓർക്കുന്നു. അവിടെ ഉണ്ടായിരുന്ന കൾച്ചറൽ ഫോംസ്, കൃഷി, എല്ലാത്തിനെയും നമ്മൾ ഒന്ന് പരിചയപ്പെടുത്തുന്നു. അതൊരു ഉത്സവം പോലെ ആഘോഷിക്കുന്നു. അതോടൊപ്പം പ്രാദേശിക ചരിത്ര രചന അതിനെ പ്രോത്സാഹിപ്പിക്കുന്നു. ഇപ്പോൾ ഒരു പുസ്തകം അടുത്ത കാലത്ത് പുറത്തിറങ്ങി, നാട്ടറിവിൻ്റെ കാട്ടാൻ. അത് പ്രശസ്ത മാധ്യമപ്രവർത്തകനായ അജിത് ക്ലിയൂരാണ് ആ പുസ്തകം തയ്യാറാക്കിയത്.
പക്ഷേ അതിൻ്റെ വിവരങ്ങൾ ലഭ്യമാക്കുന്നതിന് നമ്മളൊരു വലിയ ശ്രമം നടത്തി. സ്കൂൾ കുട്ടികളെ കൊണ്ട് പ്രാദേശിക രചനാ മത്സരം നടത്തി. അവർ പ്രാദേശിക രചന നടത്തി അത് ഞങ്ങൾക്ക് കൈമാറി. പിന്നെ ലൈബ്രറികളിൽ നിന്ന് കിട്ടിയ കുറേ വിവരങ്ങൾ, ഗ്രന്ഥശാല പ്രവർത്തകർ, ഞങ്ങൾ തന്നെ ഒരു ഫേസ്ബുക്ക് പേജ് ഊരും പേരും. അപ്പോൾ ഞങ്ങളൊരു പേര്, സ്ഥലത്തിൻ്റെ പേരിടും. ആ പേര് എങ്ങനെയുണ്ടായി എന്ന് വിവിധ ആളുകൾ കമൻ്റായി എഴുതും, അറിയുന്നവർ. അങ്ങനെ ഒരു പേര്. പിന്നെ നാടുകാണി എന്നും പറഞ്ഞിട്ടൊരു യൂട്യൂബ് ചാനൽ. അപ്പോൾ അതിലും ഇതായിരുന്നു സ്ഥലനാമ ചരിത്രം. അപ്പം കൃഷി ഗംഗാരൻ സാറൊക്കെ ആയിരുന്നു അത് തുടക്കം. അങ്ങനെ കിട്ടിയ വിവരങ്ങളെല്ലാം കൂടെ വെച്ചിട്ട് ഇപ്പോൾ കാട്ടാക്കട മണ്ഡലത്തിന് ഒരു ചരിത്രമുണ്ട്, എഴുതപ്പെട്ട പ്രസിദ്ധീകരിക്കപ്പെട്ട ഒരു ചരിത്രം, നാട്ടറിവിൻ്റെ കാട്ടാണ്. ശരി, അതൊരു ടീം വർക്കാണ്. അതാണ് നേരത്തെ സൂചിപ്പിച്ച സംഘാടകന്റെ സ്വഭാവത്തിൽ നിന്ന് വരുന്നത്. അതിനേക്കാളേറെ ഒരു ആശയത്തിൻ്റെ ഒപ്പം നടക്കാൻ കുറച്ച് പേരുണ്ടാവുക എന്നതാണ്, അതാണ് പ്രധാനം. അങ്ങനെ ചേർക്കണമല്ലോ, അതിനൊരു നേതാവ് ഉണ്ടാവണമല്ലോ. അതൊക്കെ ചില നിമിത്തങ്ങളുമായി സംഭവിക്കുന്ന ഒന്നല്ലേ. ഈ കാര്യങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ IB സതീഷ് എന്ന വ്യക്തിയിലേക്ക് വരുമ്പോൾ ഒരു ക്രിക്കറ്റ് ആരാധകനാണ് എന്നറിയാം, ക്രിക്കറ്റ് ഭ്രാന്തനായിരുന്നു. ഇപ്പം ക്രിക്കറ്റ് മാറ്റി നിർത്തിയാൽ മറ്റേതുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞു, ഇടത് സൈഡിൽ രാവിലെ ഉറക്കം എഴുന്നേൽക്കുമ്പോൾ ഇടത് സൈഡിൽ ബൗൾ ചെയ്യുന്ന കപിൽദേവ്, വലത് സൈഡിൽ ബാറ്റ് ചെയ്യുന്ന കപിൽദേവ്. കപിൽ ഫാനായിരുന്നു. അതായത് നമ്മളെ ലോർഡ്സിലെ പ്രൂഡൻഷ്യൽ കപ്പ് വിജയം, അതോടുകൂടി സമനില തെറ്റിയ ബുധനാഴ്ചകളിലാണ് സ്പോർട്സ് സ്റ്റാർ പ്രസിദ്ധീകരിക്കുന്നത്, ശനിയാഴ്ച സ്പോർട്സ് വീക്കും. ബുധനാഴ്ച സ്പോർട്സ് വീക്ക് വാങ്ങാൻ വേണ്ടി തിരുവനന്തപുരത്ത് വരും. നമ്മുടെ പുളിമൂട് മലബ്രോസ് എന്ന് പറയുന്ന സ്പോർട്സ് സാധനങ്ങൾ വിൽക്കുന്ന കടയുണ്ട്. അവിടെ SGയുടെയും സിമൺസിൻ്റെയും ഏറ്റവും പുതിയ ബാറ്റുകൾ, ക്രിക്കറ്റ് ബോൾ. ഇന്നിപ്പോൾ കുട്ടികൾ പലരും ടെന്നീസ് ബോളിലും ഹാർഡ് ബോളിലും ഒക്കെയാണ് ക്രിക്കറ്റ് കളിക്കുന്നത്. ഞങ്ങളന്ന് ഒറിജിനൽ ക്രിക്കറ്റ് ബോളിൽ പിന്നെ പാഡ്, ഹെൽമെറ്റ് ഒഴികെ ബാക്കി എല്ലാ സംവിധാനങ്ങളോടും കൂടി ക്രിക്കറ്റ് കളിക്കുന്ന ഒരു ടീം. പിന്നെ ശനിയാഴ്ചകളിൽ സെൻട്രൽ സ്റ്റേഡിയം, പിന്നെ പാങ്ങോട് മിലിറ്ററി സ്റ്റേഡിയം, വെങ്ങാനൂർ, നെയ്യാറ്റിങ്കര, ഇങ്ങനെ ടൂർ. അല്ല, അങ്ങനെ ഒരു ആരാധകന് ഇപ്പോൾ മലയാളികൾക്ക് ഏറ്റവും അഭിമാനകരമായ ഒരു മാച്ച് വിജയം ആ ത്രില്ലിൽ തന്നെയാണോ? പിന്നെ നമ്മുടെ പ്രൂഡൻഷ്യൽ കപ്പിൽ കപിൽദേവ് വിജയത്തിന് കാരണമായി. അപ്പം സിംബാബ്വേയുമായി നടന്ന മത്സരത്തിൽ 17 റൺസിന് 5 വിക്കറ്റ് പോയെടുത്ത് നിന്നാണ് കപിൽദേവ് വന്നിട്ട് 175 നോട്ട് ഔട്ട്. പിന്നെ കപിൽദേവാണ് പിന്നെ ഫൈനലിൽ വിവിയൻ റിച്ചാർഡ്സിൻ്റെ ക്യാച്ച് എത്രയെങ്കിലും പിറകെ ചെന്ന് കൈക്കലാക്കുന്ന ഒരു ഓൾറൗണ്ടറായിരുന്നു. ഇപ്പോൾ വേൾഡ് കപ്പിന് നമ്മുടെ മലയാളി, നമ്മുടെ സഞ്ജു കാരണക്കാരനായതിൽ എൻ്റെ അത്ര ഏത് മലയാളിക്കാണില്ല. സഞ്ജു സാംസണുമായി ഇല്ല. ഞങ്ങൾ പലതവണ അതിന് പരിചയപ്പെടണം, പലതവണ ശ്രമിച്ചതാണ്. കഴിഞ്ഞ തവണ കാട്ടാൽ മേളയ്ക്ക് തന്നെ വിളിക്കണം എന്ന്. ഇനി അതെന്തായാലും വേണം. നമ്മുടെ ആഗ്രഹവും സഞ്ജുവിൻ്റെ സമയവും ഒത്തുവരണം, അതാണ് ഒരു പ്രശ്നം. മറ്റൊരു കാര്യം ഈ സന്ദർഭത്തിൽ, അങ്ങയുടെ വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ടതാണെങ്കിലും നമ്മൾ ഈ ഒരു അവസരത്തിൽ അത് ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. അങ്ങയുടെ വിവാഹം അത് അങ്ങയുടെ മാത്രം സ്വകാര്യതയാണ്. എന്നിരുന്നാലും കേരള സ്റ്റോറിയുടെ പശ്ചാത്തലത്തിൽ ആ കാര്യം ഓർക്കാതിരിക്കാൻ കഴിയില്ല. കാരണം മലയാളികളെ സംബന്ധിച്ച് ആ സിനിമയിൽ പറയുന്നതൊന്നും നമുക്ക് യാതൊരു തരത്തിലും അറിവുള്ള കാര്യങ്ങളല്ല. അങ്ങനെ ഒരു കാര്യം ഇവിടെ നടക്കുന്നില്ല എന്ന് മാത്രം നമുക്കറിയാം. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന, ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന ഒരു നരേറ്റീവ്, ആ സാഹചര്യത്തിൽ അങ്ങേക്ക് ഒരു മലയാളി എന്ന നിലയിൽ അങ്ങയുടെ വിവാഹവും കൂടി വെച്ചുകൊണ്ട് എന്താണ് പറയാ? നമ്മുടെ എത്രയോ പേരുടെ വിവാഹങ്ങൾ നമ്മൾ നമ്മൾ വായിക്കുകയും അറിയുകയും പ്രവർത്തിക്കുകയും ചെയ്ത അത് തന്നെയൊക്കെയല്ലേ നമ്മുടെയൊക്കെ ജീവിതം. അതാണ് റിയൽ കേരള സ്റ്റോറി. ഇത് ആരൊക്കെ മറച്ചു പിടിക്കാൻ ശ്രമിച്ചാലും തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചാലും നമ്മുടെയൊക്കെ ജീവിതം തന്നെയാണ്. അതിൽ നമുക്ക് വേറെ മേനി നടിക്കാനൊന്നുമില്ല. നമ്മളെന്താണോ അതാണ് നമ്മുടെ ജീവിതം, അത്രയല്ലേ ഉള്ളൂ. അത്ര തന്നെയാണ്. അത് അത്ര നിസ്സാരമായ കാര്യമല്ല അത്, എങ്കിലും വളരെ ലളിതമായി അങ്ങത് സൂചിപ്പിച്ചു. ഒരു കാര്യം കൂടി, ഇപ്പം 150 പാലങ്ങൾ പണിത സർക്കാരാണ്, 150-ലേറെ എന്ന് തന്നെ പറയാം. അതിൽ ചില പാലങ്ങൾ കാട്ടാക്കട
ചീന്തി എടുത്തിട്ടുണ്ടോ? കാട്ടാക്കട ഞങ്ങൾ CK ഹരീന്ദ്രൻ MLA ഞങ്ങൾ ഒരു ബെഞ്ചിലിരിക്കുന്നവരാണ്. ബെഞ്ചിൽ അടുത്താണെങ്കിലും അകലമുണ്ടായിരുന്നു മണ്ഡലങ്ങളിൽ, പക്ഷേ അകലങ്ങൾ ഇല്ലാതാക്കാൻ 3 പാലങ്ങൾ, കീഴാറൂർ പാലം, പിന്നെ കുരുതങ്കോട് പാലം, ഇപ്പോൾ ഒരു പാലത്തിൻ്റെ നിർമ്മാണം കുടുവിട്ടിക്കടവ് പാലം. ഈ 3 പാലങ്ങൾ വഴി ഞങ്ങൾ കൂടുതൽ 2 മണ്ഡലങ്ങൾ തമ്മിൽ അടുത്തു. പിന്നെ ഈ അടുത്ത 150ാമത്തെ പാലം കുമ്പിച്ചിക്കടവ് പാലം പാറശാല മണ്ഡലത്തിലെ, അത് CK ഹരീന്ദ്രൻ എന്ന് പറയുന്ന പൊതുപ്രവർത്തകൻ്റെ അമാനുഷികതയാണ് അതിൻ്റെ പിന്നിൽ. ഉറപ്പ് പറയാം, ഈ ലോകത്ത് ഈ ചരിത്രമുള്ളിടത്തോളം കാലം ആ സംഭാവന അദ്ദേഹം നടത്തിയ ഒരു എഫർട്ട്, ഒരു ജീവിതപ്രദം പോലെ അതിനുവേണ്ടി നടത്തിയ പ്രവർത്തനം, അതാണ് അത് യാഥാർത്ഥ്യമായത്. അതൊരു നമുക്കൊക്കെ ഒരു അത് അത്ഭുതമാണ്. കേരളത്തിൽ പാലങ്ങൾക്ക് പിന്നിൽ ഒരുപാട് പാലങ്ങളുണ്ടോ. ഇനി എന്താണ് കേരളത്തിൽ നടക്കേണ്ടത്? കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഞാൻ നമ്മുടെ എതിരാളികളായ സുഹൃത്തുക്കളോടൊക്കെ ചോദിക്കും, സൗഹൃദവട്ടങ്ങളിൽ, ഇനി നിങ്ങൾ പറ, ഇനി എന്ത് വേണം? സമ്മതിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ ശരിയാണ്, എന്നാലും നമുക്ക് ഇതാണ് അവിടെ ലൈൻ. അത് ശരി, കോൺഗ്രസ്സുകാരും സമ്മതിക്കുന്നുണ്ട്. ഇതൊരു പ്രധാനപ്പെട്ട ഇൻഫർമേഷനാണ് നമുക്ക്. സൗഹൃദ സംഭാഷണങ്ങളിൽ എതിരാളികൾ ഇത് സമ്മതിക്കാറുണ്ട്. ഇനി കേരളത്തിൽ വികസനം എന്നതിൻ്റെ അറ്റമാണ് ചെയ്തിരിക്കുന്നത്. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുടർ ഭരണം വന്നാൽ ചെയ്യാമല്ലോ. തീർച്ചയായും. ഗ്രാഫീൻ എന്ന് പറയുന്ന ഞങ്ങളൊക്കെ ഒരുപാട് പ്രസംഗിക്കുന്നതാണ്. തലമുടി നാഴികയേക്കാൾ നേർത്തതാണ്, ഉരുക്കിനേക്കാൾ ദൃഢമാണ്, വെള്ളത്തേക്കാൾ വ്യാപനശേഷിയുള്ള സാധനമാണ്. അതിൻ്റെ ഒരു സാധ്യത ലോകത്തിലാദ്യമായി തിരിച്ചറിഞ്ഞ ഒരു രാജ്യമല്ല കേരളം എന്ന സ്റ്റേറ്റാണ്. ഗ്രാഫീൻ ഗവേഷണത്തിന് വേണ്ടി തുക അനുവദിച്ചു, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആരംഭിച്ചു. ഇനി അതിൻ്റെ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ കൂടെ യാഥാർത്ഥ്യമാകുമ്പോൾ നമ്മുടെ നാട് വല്ലാതെ മാറാൻ പോവുകയാണ്. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ദുബായ് ഇന്നത്തെ ദുബായ് ആകാൻ കാരണം ദുബായ് പോർട്ടാണ്, സിംഗപ്പൂർ പോർട്ട്, അതുപോലെ വിഴിഞ്ഞം പോർട്ട് മാറാൻ പോവുകയാണ്. ഇതിൻ്റെ എല്ലാം പിന്നിൽ ഒരു ഇച്ഛാശക്തിയുണ്ട്, ഒരു വിഷനുണ്ട്, വിഷണറി ഉണ്ട്. അതുകൊണ്ടാണ് ഇത് സാധ്യമായത്. 0 ടോളറൻസ് ടു കറപ്ഷൻ, ഇതാണ് മുഖ്യമന്ത്രി ആദ്യം പറഞ്ഞൊരു കാര്യം. വികസനത്തിൽ കറപ്ഷൻ കടന്നു വന്നതേയില്ല. എപ്പോഴും CM പറയുന്ന ഒരു കാര്യം, ഒരു 25 വർഷം മുൻകൂട്ടി കാണണം. അതുമാത്രമല്ല, എല്ലാത്തിലും നിങ്ങൾ വോട്ട് മാത്രം കാണരുത്. ഭിന്നശേഷി വിദ്യാർത്ഥിനികളുടെ കാര്യത്തിൽ അദ്ദേഹം എപ്പോഴും നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ കരുതൽ കാണിക്കണം. അവിടെ മറ്റൊരു പരിഗണനയും ഉണ്ടാകരുത്. എത്ര കുടുംബങ്ങളുണ്ടെന്നോ അതുവഴി എത്ര വോട്ട് എന്നുള്ളതല്ല, അവരുടെ ജീവിതം, അവരുടെ രക്ഷകർത്താക്കളുടെ കാലശേഷം ആ കുട്ടികൾ എങ്ങനെ ജീവിക്കും എന്നതിനെക്കുറിച്ച് നിങ്ങൾ ഓർക്കണം എന്ന് മുഖ്യമന്ത്രി ഞങ്ങളോട് എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ പരമാവധി അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നടപ്പാക്കാൻ ഭിന്നശേഷി മേഖലയിൽ ഒരു ഓട്ടിസം സെൻറ്റർ കാട്ടാക്കടയിൽ ആരംഭിച്ചു. അതുമാത്രമല്ല, ഒരു ഏക്കർ ഭൂമിയിൽ ഓട്ടിസം ഭിന്നശേഷി സൗഹൃദ ഗ്രാമം ഉണ്ടാക്കാൻ, അതിനും എന്തൊക്കെയോ നിമിത്തം പോലെ ചില പിന്തുണകൾ നമുക്ക് വരികയാണ്. ഒരു ഭിന്നശേഷി വിദ്യാർത്ഥിയുടെ മുത്തച്ഛൻ 1/2 ഏക്കർ ഭൂമി ഈ ആശയത്തിന് സംഭാവന ചെയ്യുകയാണ്. ബാക്കി 1/2 ഏക്കർ MLA ഫണ്ട് ഉപയോഗിച്ച് വാങ്ങുന്നു. അപ്പോൾ 1 ഏക്കർ ഭൂമിയായി. ഇനി അതിലൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാകുന്നു. തിരുവനന്തപുരം ജില്ലയിലെ ആദ്യത്തെ ഭിന്നശേഷി ഗ്രാമം ഞങ്ങളുടെ നാട്ടിലായിരിക്കും. കേരളത്തിൽ തന്നെ ഒരു പക്ഷേ കേരളത്തിൽ ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഇതൊരു പാഷനായി കൊണ്ടു കിടക്കുകയാണ്. ഭിന്നശേഷി സൗഹൃദ അന്തരീക്ഷം ബഹുമാനപ്പെട്ട മന്ത്രി നടത്തിയ ഇടപെടലിൻ്റെയൊക്കെ ഭാഗമായി മലപ്പുറം ജില്ലയിലോ മറ്റേതൊക്കെയോ ജില്ലയിൽ പദ്ധതികൾ ആരംഭിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും തിരുവനന്തപുരം ജില്ലയിൽ നമുക്കാണ് കാട്ടാക്കടയിൽ. അത് അധികം ആർക്കും അറിയുമില്ല ഇങ്ങനെ ഒരു കാര്യം. അതാണ് ഞാൻ പറഞ്ഞത്, വളരെ സൈലന്റ് ആയാണ് നിങ്ങൾ എല്ലാവരും ഈ വികസന പ്രവർത്തനങ്ങളെല്ലാം. ഈ രാഷ്ട്രീയ എതിരാളികൾ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കാലത്ത് നമ്മുടെ ഗവൺമെൻറ്റിനെതിരായി പറയുന്ന ഒരു കാര്യം PR വർക്ക് എന്നൊക്കെയാണ്. യഥാർത്ഥത്തിൽ എത്രയോ കാര്യങ്ങൾ ജനങ്ങൾ അറിയാതെ പോകും. അത് ഈ PR വർക്കിൻ്റെ അഭാവത്തിലാണ്.
ഇത് പബ്ലിക് റിലേഷൻസിൻ്റെ കാര്യത്തിൽ ജനങ്ങൾ അനുഭവിച്ചറിയട്ടെ എന്നൊരു നിലപാടിലാണ്. പക്ഷെ അറിയേണ്ട കാര്യങ്ങൾ ഇനിയും ഒരുപാട്. അതിൽ എനിക്ക് തോന്നുന്നു ഇടതുപക്ഷ MLA-മാരെയൊക്കെ കുറച്ച് സഹായിക്കുന്നത് സോഷ്യൽ മീഡിയയാണ്, അല്ലാതെ പ്രധാന മാധ്യമങ്ങളിൽ സഹായിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ട്രോളുകളൊക്കെ കാണാറുണ്ടോ? ഈ യാത്രയ്ക്കിടയിൽ വല്ലപ്പോഴുമൊക്കെ ഈ രാവിലെ ഉറക്കം എഴുന്നേറ്റാൽ മുതൽ പിന്നെ ആളുകളുമായി പല കാര്യങ്ങൾക്ക് സംസാരിക്കേണ്ടി വരും. പിന്നെ കാറിൽ കയറുന്നു, കാറിലെത്തി പിന്നെ പല ഫയലുകളും ഏതെല്ലാം സീറ്റിലാണ് അവിടെ നിന്ന് ആ ഫയൽ അടുത്തടുത്തേക്ക് പോകുന്നതിനെ കുറിച്ചുള്ള വിളികൾ, മെയിലയക്കൽ തുടങ്ങിയ കാര്യങ്ങൾ. ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാന പ്രശ്നം, പ്രത്യേകിച്ച് വ്യക്തിപരമായി എനിക്കെതിരെ ഉയർന്നു വരുന്നതിന് ആരോപണമെന്ന് വെച്ചാൽ, കാറിൽ കയറിയ കുനിഞ്ഞിരിക്കും, ഫോൺ നോക്കിയിരിക്കും, റോഡിൽ നിൽക്കുന്ന ആളുകളെ വിഷയം ശ്രദ്ധിക്കുന്നു. നമ്മൾ യോഗങ്ങൾ കഴിഞ്ഞാൽ അല്ലെങ്കിൽ മരണ വീടുകൾ എല്ലാം കഴിഞ്ഞാൽ അപ്പോഴൊന്നും മൊബൈൽ ഉപയോഗിക്കാൻ പറ്റില്ല. ഒരു യോഗം കഴിഞ്ഞ് കാറിൽ കയറുമ്പോൾ ഒരു 10-20 മിസ്ഡുകൾ ഉണ്ടാവും, കുറേ മെയിലുകളുണ്ടാവും. ഇതെല്ലാം വിവിധ സർക്കാർ ഓഫീസുകളിലെ ഫയലുകളുമായി ബന്ധപ്പെട്ടതാണ്. പിന്നെ മെഡിക്കൽ കോളേജിലെ രക്തത്തിന് വേണ്ടി വിളിക്കുന്നവരുണ്ടാവും, പല കാര്യങ്ങൾക്ക് വേണ്ടി വിളിക്കുന്നവരുണ്ടാവും. അവരെയൊക്കെ തിരിച്ചു വിളിക്കുക വളരെ പ്രധാനമാണ്. ആ സമയത്ത് വഴിയിൽ നിൽക്കുന്നവരെ ശ്രദ്ധിക്കാൻ പറ്റുന്ന ഞാനൊരു അമാനുഷികനല്ലാത്തതുകൊണ്ട് നിരന്തരം അങ്ങനെ ഇടപെടുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു അപാകത വരുന്നത് എന്നത് പക്ഷെ ആളുകൾക്ക് മനസ്സിലാവും അല്ലേ? അതൊരു വലിയ ആക്ഷേപം. ഞാൻ പറയുന്നത് അങ്ങനെ ഒരു പരാതി ഉണ്ട് എന്ന് ഞാൻ തന്നെ മനസ്സിലാക്കുന്നു. അത് വളരെ അങ്ങനെ പരാതി അതൊരു വിഷമം കൊണ്ട് പറയുന്നത് മാത്രമാവും, അല്ലാതെ അതൊരു പരാതിയായി തോന്നുന്നില്ല. അങ്ങയുടെ വർത്തമാനത്തിൽ നിന്ന് തന്നെ മൂന്നാം LDF സർക്കാരിലേക്ക് കടക്കുമെന്ന വലിയ ശുഭാപ്തി വിശ്വാസം അങ്ങേക്ക് ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, സൗഹൃദ വട്ടങ്ങളിൽ പറയുന്നത് പോലെ ഇനി എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ അവർക്ക് തന്നെ പറയാം. അവര് രഹസ്യമായി LDF-ന് വോട്ട് ചെയ്യുമെന്ന് കരുതുന്നുണ്ടോ? യഥാർത്ഥത്തിൽ രാഷ്ട്രീയമായി ഏതെങ്കിലും കളങ്ങളിൽ നിൽക്കുന്നവരാണെങ്കിലും ഈ നാട്ടിൽ ഉണ്ടാകുന്ന വികസന പ്രവർത്തനങ്ങൾ, ആ വികസന പ്രവർത്തനങ്ങൾ ഈ രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങളെ മായ്ച്ചു കളയും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മുടെ അനുഭവം എന്താ, ഇവിടെ ഇതിന് തുടർച്ചയുണ്ടായില്ലെങ്കിൽ എന്താ സംഭവിക്കുക? മുൻകാല UDF ഗവൺമെൻറ്റുകളുടെ അവസ്ഥ എന്തായിരുന്നു? തമ്മിൽ തല്ലൽ, വർഗീയ കലാപങ്ങൾ, വികസന മുരടിപ്പ്, ഇതൊക്കെയായിരുന്നു. മറ്റു പല സമവാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അധികാരത്തിലെത്തുന്നു. അധികാരത്തിലെത്തി സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് തന്നെ തുടങ്ങുന്നു, സത്യപ്രതിജ്ഞയോടുകൂടി തുടങ്ങുന്നു. ഞാൻ ഓരോ മന്ത്രിസഭയായിട്ട് പറയുന്നില്ല, പക്ഷേ എല്ലാ കാലത്തും കിട്ടുന്ന ഭരണം ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക എന്ന് മറന്ന് മറ്റു പല കാര്യങ്ങളിലേക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു ദൗർബല്യം വലതുപക്ഷ രാഷ്ട്രീയത്തിന് കേരളത്തിലുണ്ട്. അതിൻ്റെ ഒരു തിക്തഫലം അനുഭവിച്ച നാട് കൂടിയാണ്. അതിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട 10 വർഷം, അതിൻ്റെ തുടർച്ചയിലൂടെ മാത്രമേ കേരളത്തിന് നമ്മൾ ആഗ്രഹിക്കുന്ന വികസനത്തിലേക്ക് എത്താൻ പറ്റൂ. ഇത് സാമാന്യമായി ചിന്തിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ജനങ്ങളുടെ അനുഭവമാണ് പിന്നെ അധ്യാപകനെങ്കിൽ ഈ അനുഭവങ്ങൾ അവരെ അതിന് അങ്ങീ പറഞ്ഞ എതിർ രാഷ്ട്രീയക്കാരുടെ ഒക്കെ കുടുംബങ്ങളെങ്കിലും അതുകൊണ്ട് ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കാൻ സാധ്യതയുണ്ട്. അവരുടെ അനുഭവം അങ്ങനെ ആയിരിക്കും. എൻ്റെ നാവിൻ്റെ തുമ്പിൽ ഒരുപാട് പേരുകളും പറയരുത്, അത് പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞത് അത് പറയാൻ കഴിയില്ല, പക്ഷെ ഇതൊരു യാഥാർത്ഥ്യമാണ്. അത് ശരി. നമുക്ക് അങ്ങനെ നിന്ന് ഒരുപാട് കാര്യങ്ങൾ കിട്ടി. കാട്ടാക്കടയെ സംബന്ധിച്ച് കേട്ടു. കാട്ടാക്കട എന്ന് പറയുമ്പോൾ ഇപ്പോൾ വളരെ പ്രശസ്തമായ നാടും കൂടിയാണ്. കാരണം റീലുകളിലൊക്കെ കാട്ടാക്കട ഒരുപാട് കേൾക്കുന്നുണ്ട്. അങ്ങ് അത് കണ്ടിട്ടുണ്ടോന്ന് അറിഞ്ഞൂടാ. അങ്ങക്ക് കാട്ടാക്കട മില്ലിട്ടേക്കുന്ന മോഹനെ അറിയാമോ? കാട്ടാക്കട മില്ലിട്ടിരിക്കുന്ന മോഹനെയും അറിയാം, മുരുകൻ കാട്ടാക്കടയെ അറിയാം, ഒരുപാട് കാട്ടാക്കടക്കാരെ അറിയാം. ഞാനൊരു കാട്ടാക്കടക്കാരനാണ്. കാട്ടാക്കടയിൽ ജനിച്ച് കാട്ടാക്കടയിലെ അങ്ങയുടെ പ്രസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട സംഘടനാ ചുമതല കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കാട്ടാക്കടയിലെ ഏകദേശം ആളുകളെ അറിയാം. കാട്ടാക്കടയിൽ ജനിച്ച്, കാട്ടാക്കടയിൽ പഠിച്ച്, കാട്ടാക്കടയിൽ വളർന്ന ഒരാളായതുകൊണ്ട്, ജീവിക്കുന്ന ഒരാളായതുകൊണ്ട് പിന്നെ
ആ കാര്യങ്ങൾ അറിയാം. ശരി, അപ്പൊ കാട്ടാക്കടയെ നന്നായി അറിയുന്ന ഒരാളെയാണ് നമുക്ക് ലഭിച്ചത്. കാട്ടാക്കടയെ അത്രയും നന്നായി അറിയുന്ന ആള് തന്നെ കാട്ടാക്കടയെ മുന്നോട്ട് LDFന്റെ കയ്യിലേക്ക് തന്നെ തുടർന്ന് ഏൽപ്പിക്കും. സ്ഥാനാർത്ഥി ആരാണെങ്കിലും LDF തന്നെ കാട്ടാക്കടയിൽ ജയിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവും. കാരണം കഴിഞ്ഞ 10 വർഷമായി ഇടതുപക്ഷ ഗവൺമെൻറ് കേരളത്തിലുണ്ടാക്കിയ മാറ്റം, അതിൻ്റെ പ്രതിഫലനം കാട്ടാക്കടയുണ്ടായിട്ടുണ്ട്. ഈ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റം വന്നല്ലോ. അതിൻ്റെ തുടക്കം പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞമായിരുന്നു. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഉദ്ഘാടനം കൽവിളക്കിൽ തിരിതെളിയിച്ച് മുഖ്യമന്ത്രി നിർവഹിച്ചത് കാട്ടാക്കട മണ്ഡലത്തിലാണ്. ഇപ്പോൾ സ്ത്രീ സുരക്ഷാ പദ്ധതി ലോക ചരിത്രത്തിൻ്റെ ഭാഗമാകാൻ പോവുകയാണ്. അതിൻ്റെ ഉദ്ഘാടനത്തിന് ഭാഗ്യം ലഭിച്ചതും കാട്ടാക്കട മണ്ഡലം. അത് വലിയ ഭാഗ്യമാണ്. കാരണം തിരിതെളിയിച്ച അടുത്ത നിമിഷം മുതൽ 1000 രൂപ അയച്ചു തുടങ്ങി. അന്ന് ഉച്ചയ്ക്ക് 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും ഫോൺ സന്ദേശങ്ങൾ വന്നു. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മറ്റു കേന്ദ്രങ്ങളിൽ നിന്നാണ്, നമ്മുടെ സഹാക്കളല്ല. അതെല്ലാം ഒരു നിമിത്തമായി കാണാൻ കഴിയില്ല. അതൊരു നേതൃത്വത്തിന്റെ കൂടി. അതല്ല ഞാൻ പറഞ്ഞത്, ഇതെല്ലാം അബോധമായിട്ടല്ല. ഇതൊരു പ്രത്യയശാസ്ത്രം പ്രയോഗിക്കപ്പെടുന്നു, അത് വിജയകരമായി പ്രയോഗിക്കപ്പെടുന്നു, അതിൻ്റെ ഗുണം സമൂഹത്തിലുണ്ടാകുന്നു. അപ്പോൾ പ്രത്യയശാസ്ത്രം തെറ്റല്ല എന്ന് പറയാതെ പറയലാണ് ഇതെല്ലാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ കാട്ടാക്കടയിലെ ജനങ്ങൾ തുടർന്നും ഇത്തരം വികസന, ക്ഷേമ, പാരിസ്ഥിതിക പ്രവർത്തനങ്ങളിലേക്ക് ആകൃഷ്ടരായതുകൊണ്ട് തന്നെ അങ്ങനെ മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും. നല്ല പ്രതീക്ഷ ഞങ്ങൾക്കും കാട്ടാക്കടയെ സംബന്ധിച്ചുണ്ട്. അങ്ങ് ലൂസ് ടോക്സിലേക്ക് വന്നതിൽ വലിയ സന്തോഷം. വളരെ ഗൗരവമായി അനുഭവപ്പെട്ടോ? ഇല്ല, അങ്ങ് വളരെ ലൈറ്റ് ആയിരുന്നു. ലൂസ് ടോക്സിലേക്ക് ഇല്ല 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 ഇതിലും മസിൽ പിടിച്ച ആളുകളും ഒക്കെ ആയി നമ്മൾ സംവദിക്കുന്നുണ്ട്. അവരെയൊക്കെ നമ്മൾ കുറച്ച് ലൂസാക്കി കൊണ്ടുവരികയാണ്. എന്നിരുന്നാലും അങ്ങയുടെ ഇത്രയും വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി തന്നതിലെ നന്ദി കൂടി അറിയിക്കുന്നു. വലിയ നന്ദിയുണ്ട്. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്.